വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നൗമി ആൻഡ് നിർവേദ് വ്ലോഗ്സ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ അയ്യപ്പൻ വിളക്കാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അതിൻ്റെ പിറ്റേ ദിവസമാണ്. ഡിസംബർ 6 അയ്യപ്പൻ വിളക്ക്. 9 ദിവസത്തെ നവാഹയജ്ഞ ആയിരുന്നല്ലോ, അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം അയ്യപ്പൻ വിളക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയി തൊഴാമെന്ന് വിചാരിച്ചു കേട്ടോ, ഞാനും ബേബിയും വേദു. അപ്പോൾ ഏട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, കുറേ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയ ടൈം എന്ന് പറയുന്നത് അധികം തിരക്കൊന്നുമില്ല കേട്ടോ. അയ്യപ്പൻ വിളക്കിൻ്റെ ഒക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ അവിടെ. പിന്നെ രാവിലെ ഞങ്ങൾ വേഗം തൊഴുതു പോന്നു. പിന്നെ അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കഴിച്ചില്ല. കെട്ടുന്നവരുടെ ആൾക്കാരൊക്കെ കുറേ പേര് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോന്നു, കഴിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അമ്മ പഴം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴം, പിന്നെ അവനെന്തോ ലൈസ് വേണം പറഞ്ഞു. ആദ്യമായിട്ട് അവിടെ ലൈസ് കഴിക്കുന്നത്. പിന്നെ അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി. ഇത് ഉച്ചയ്ക്ക് പോകുന്ന വീഡിയോ കേട്ടോ. ഞാൻ ഒറ്റ ദിവസത്തെ മൊത്തം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അയ്യപ്പൻ വിളക്കിൻ്റെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനാട്ടോ ഞങ്ങൾ പോകുന്നത്. ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, ഞങ്ങളൊരു 10:30 കഴിഞ്ഞപ്പോൾ പോയി. അവിടെ കൊട്ടൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അയ്യപ്പനെ കുടി കൊള്ളുന്ന ടൈമാണല്ലോ, കുടി കൊള്ളിക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ അയ്യപ്പൻ വിളക്കിൻ്റെ അന്ന് അതൊക്കെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ കച്ചവടക്കാരും ഐസ്ക്രീമും പിന്നെ കുപ്പിവളയും ഒക്കെ വാങ്ങാൻ എല്ലാതും നിൽക്കുന്നുണ്ടായിട്ടോ. കുപ്പിവളയുടെ കാര്യം ഞാൻ പിന്നെ പറയാം. അതിൽ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വാങ്ങാന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ അതാ ഞങ്ങൾ അമ്പലത്തേക്ക് പോയി. അപ്പോൾ അത്യാവശ്യം ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുപ്പിവളൊക്കെ നല്ല സെറ്റപ്പിൽ നല്ല റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഇതാ എത്തിയ ടൈം എന്ന് പറയുന്നത് അവിടെ കെട്ടുനിറ, ഒരുപാട് പേരുടെ കെട്ടുനിറ നടക്കുന്നുണ്ട് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ. ഭയങ്കര തിരക്കായിരുന്നു ഉള്ളിൽ. ഞങ്ങൾ പിന്നെ ഉള്ളിലേക്ക് പോയില്ല, അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കൊട്ടൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉടുക്ക് പോട്ട് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അതൊക്കെ കണ്ടു. വേദു കുറേ നേരം ഒതുങ്ങിയൊക്കെ ഇരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിലിങ്ങനെ അയ്യപ്പൻ വിളക്കിന് പോയോരുണ്ടെങ്കിൽ കുറേ പേര് അയ്യപ്പൻ വിളക്ക് കാണാത്തവരുണ്ട് കേട്ടോ, അന്യനാട്ടിലിങ്ങനെ നിൽക്കുന്നവർ സ്ഥിരമായിട്ടൊക്കെ. ഈ അയ്യപ്പൻ വിളക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് എന്താണ് ഓർമ്മ വരിക എന്നൊന്ന് പറയൂ കേട്ടോ ആരെങ്കിലും. പിന്നെ ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഫോണിലെ ക്യാമറ അധികം ക്ലിയർ ഇല്ലാത്ത കാരണം അങ്ങനെ ഇത്ര ക്ലാരിറ്റി വരുള്ളൂ. ഇനി ഫോൺ മാറ്റുന്നുണ്ട്, നമ്മുടെ പുതിയ ട്രെൻഡായ ഫോൺ എടുക്കണം എന്നാണ്. കാരണം 6 വർഷമായി ഈ ഫോൺ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ വിവോ S1 Pro ആണ്. എൻ്റെ മകള് ബേബിക്കുട്ടി LKG പഠിക്കുമ്പോൾ എടുത്ത ഫോണാണ്. ഇപ്പോൾ അവൾ 4ാം ക്ലാസ്സിലെത്തി. അപ്പോൾ ആ ഫോണിന് അതിൻ്റേതായ പ്രശ്നം. പക്ഷെ ഇത്രയും വർഷം ഓടിയെങ്കിൽ അതൊരു നല്ല ഫോണാണല്ലോ. പിന്നെ ഈ ഉടുക്കുപാട്ടിൻ്റെ കുറച്ച് സീൻ ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഉടുക്കുപാട്ടും എല്ലാം കഴിഞ്ഞപ്പോൾ തൊഴാൻ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് തൊഴുതു. അത് കഴിഞ്ഞിട്ട് അവിടെ അയ്യപ്പൻ വിളക്ക് നടക്കുന്ന അവിടെ നമ്മളോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ പോയിട്ടോ. അപ്പോൾ പ്രസാദവും ഒക്കെ തരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ വഴിപാടൊക്കെ നമ്മൾ പൈസയൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കണോടത്തും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പ് കിട്ടിയില്ലേ ഉണ്ടല്ലേ, രണ്ടാമത്തെ ട്രിപ്പിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് സൈഡിൽ സീറ്റ് വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇരിക്കാൻ പറ്റി കേട്ടോ. കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അയ്യപ്പൻ വിളക്കിൻ്റെ അന്ന് എന്നും തിരക്കുണ്ടാവും കേട്ടോ ഞങ്ങളുടെ അമ്പലത്തിൽ. അപ്പോൾ പ്രസാദം അവിടെ ഇരിക്കുന്ന സമയത്ത് ബേബി പ്രസാദം വാങ്ങി വന്നിട്ട് അപ്പോൾ അവൾ പറയുന്നു നാളികേരം കിട്ടിയില്ല, അത് ആരും എടുത്ത് കൊണ്ടുപോയി പറഞ്ഞു. ഉള്ളത് എടുത്തോ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവളും മമ്മിയും അതുപോലെ തന്നെ ബേദുക്കുട്ടനും അതൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ അയ്യപ്പൻ വിളക്കിന് എപ്പോഴും തിരക്കുണ്ടായിരിക്കും കേട്ടോ. എല്ലാ നാട്ടിലെ അയ്യപ്പൻ വിളക്കിനും തിരക്കുണ്ടാവും വിചാരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ അയ്യപ്പൻ വിളക്കിന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരിക്കും. രാവിലെ അല്ല, ഉച്ചയ്ക്കും വൈകിട്ടും നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ
ഞങ്ങൾ പിന്നെ ഈ സൈഡിൽ പെട്ടെന്ന് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ വേദു ആദ്യം എൻ്റെ മടിയിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവനെപ്പോഴും എൻ്റെ മടിയിലിരിക്കണമെന്നാണ്. അപ്പോൾ എൻ്റെ മടിയിലിരുത്തി. പിന്നെ ഞാനൊരു സീറ്റ് ബേബിയോട് വേഗം എടുക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ അപ്പുറത്ത് തന്നെ അവനെ കസാരട്ട് കൊടുത്തു. അവൻ എപ്പോഴും നിന്നിട്ടാണല്ലോ കഴിക്കുക, കാരണം അവൻ എത്തില്ല. അപ്പോൾ പ്ലേറ്റ് വെച്ചു. ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അയ്യപ്പം വിളക്കിൻ്റെ അന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ നെല്ലിക്ക അച്ചാറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നേ. പിന്നെ ഇതാ ഓല ഉണ്ടായിരുന്നു, മത്തങ്ങയും പയറും കൊണ്ട് മോലൻ. കായ ഉപ്പേരി, കായും പയറും ഉണ്ടോ എന്നൊക്കെ ഓർമ്മയില്ല കേട്ടോ, കായയാണോ പയറാണോ അങ്ങനെ എന്താ, കായും പയർ ഉപ്പേരി, കായപ്പേരി മാത്രമാണ് എന്താണ് കേട്ടോ. പിന്നെ ഇതാ പപ്പടം, ഇന്നത്തെ പപ്പടം ചെറുതായി പോയിട്ട്, തലേ ദിവസം നല്ല വലിയ പപ്പടമായിരുന്നു, പക്ഷേ ഇന്നത്തെ പപ്പടം ചെറുതായിപ്പോയി. പിന്നെ നമ്മുടെ ചോറ് നല്ല കുറുവരിച്ചോറാണേ. പിന്നെ സാമ്പാർ. ഈ സത്യം പറയാലോ, അയ്യപ്പം വിളക്കിൻ്റെ അന്നത്തെ സാമ്പാർ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും ദിവസത്തെ സാമ്പാർ അടിപൊളിയായിരുന്നു, പക്ഷെ അന്ന് അത്ര ഇങ്ങോട്ട് ഇതായില്ല. പിന്നെ എന്നാലും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളിത് ഇറങ്ങിയിട്ട് ഐസ്ക്രീം വാങ്ങി. പിന്നെ വേദുട്ടിന് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോട്ടൻ, വേദുട്ടിനും ബേബിക്കും. അപ്പോൾ അതും വാങ്ങി കേട്ടോ. എന്നിട്ട് ഞാൻ അതൊക്കെ വാങ്ങി, അവനെ തോക്കും വാങ്ങി, ഇവൾക്ക് ക്ലേയും വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ എനിക്കൊരു കുപ്പിവെള്ളം നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുപ്പിവെള്ളം നോക്കാൻ ഞങ്ങൾ ചേച്ചിയുടെ അടുത്തേക്ക് പോയപ്പോൾ ചേച്ചി ഇവിടെ പിങ്ക് കുപ്പിവെള്ളം, ഇവിടെ എന്താ കുപ്പിവെള്ളം തന്നെ ഇരിക്കുന്നത്, എനിക്ക് കണ്ണ് കണ്ടൂടെ എന്നുള്ള ഭാവത്തിലുള്ളതായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ഗൗരവവും ഭയങ്കര ദേഷ്യം. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ആ കടക്കാരൻ നമ്മളോട് എന്തെങ്കിലും ചീത്ത രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിന്ന് വാങ്ങാൻ തോന്നില്ല. അപ്പോൾ ഞാൻ വാങ്ങിയില്ല, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ പിന്നെ വൈകിട്ട് ഞാൻ റെഡി ആയിട്ട്, എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ സെറ്റുമുണ്ട്, ആത്വിക ബൈ അഞ്ജലി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഈ സെറ്റുമുണ്ടല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് കിട്ടിയത് ഇതാണ്, കാരണം അത് ഓർഡർ ഉണ്ടായിരുന്നില്ല, സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞത് ഇതായിരുന്നു, അപ്പോൾ അവർ ഇത് അയച്ചു തന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സെറ്റുമുണ്ട് വേറെ ഇതായിരുന്നു കേട്ടോ. ഇതും കുഴപ്പമില്ല, നല്ല ഭംഗിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് നിൽക്കണേ. അപ്പോൾ അടുത്ത വീട്ടിലെ ഫൈഹയൊക്കെ ഞങ്ങളെ കാണാൻ വന്നതായിരുന്നേ. അപ്പോൾ ഞാൻ അവളോട് പറയുമായിരുന്നു എങ്ങനെയുണ്ട് സെറ്റുമുണ്ട് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുന്നത് വീഡിയോ അല്ല അമ്മ വീഡിയോയിൽ വരാൻ തുടങ്ങി വെച്ചു. ചെറുതായിട്ട് വരാൻ തുടങ്ങി എന്ന് പറയായിരുന്നു കേട്ടോ ഞാൻ അവളോട്. അപ്പോൾ അവൾ അമ്മ വീഡിയോയിൽ വരും എന്നാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വരുന്നുണ്ട് ചെറുതായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു 6 മണി ടൈം 5:45 നേരത്ത് റെഡി ആയിട്ട് പോട്ടെ. വേദുൻ്റെ ഈ ഡ്രസ്സ് എൻ്റെ അച്ഛൻ എടുത്ത് കൊടുത്തതാണ് കേട്ടോ. രാവിലെ അച്ഛൻ വന്നിട്ട് ഡ്രസ്സൊക്കെ കൊടുത്തു അവന്, എന്നാൽ അത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ പ്രിയമ്മേമ എല്ലാവരും ഞങ്ങളൊരു ഗ്യാങ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾക്ക് കാണാൻ അടുത്തുള്ളവരൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് അവിടെ ഒരു വ്ളോഗർ ഉണ്ട് കേട്ടോ, കുട്ടേട്ടൻ ഫോണിൽ വീഡിയോ ഒക്കെ വെറുതെ എടുക്കുകയാണ് കേട്ടോ. കുട്ടേട്ടൻ നമ്മുടെ സ്ഥിരം വ്യൂവറാണ്. അപ്പോൾ ഞാൻ ഹായ് പറയായിരുന്നു കേട്ടോ. യൂട്യൂബിൽ വീഡിയോസ് ഇടാനും ഞാൻ എടുക്കാനൊക്കെ പിന്നെ പ്രചോദിപ്പിക്കും കേട്ടോ. ഇതാണ് പ്രിയമേമ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കുട്ടേട്ടൻ്റെ ഭാര്യ. പ്രിയമേമ ഇങ്ങനെ സെറ്റ് ബോർഡിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നു കേട്ടോ, അമ്മയും പ്രിയമേമയും. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു, കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. കുട്ടേട്ടൻ ഈ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നത് ഒരു ഹരമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇപ്പോൾ എടുക്കാതെ നിൽക്കുകയാണെങ്കിൽ എന്താ ഇതൊന്നും എടുക്കാത്ത, അതൊക്കെ എടുക്കുമോ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി വന്ന് ഫോട്ടോ എടുക്കുക, അടുത്തുള്ളവരൊക്കെ കൂടി, ഇവരൊക്കെ റിലേറ്റീവ്സാണ് കേട്ടോ, ഞങ്ങൾ മാത്രമാണ് അയൽവാസികളുള്ളത്, അവരൊക്കെ ഒരു കുടുംബക്കാരാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിട്ടോ. അതിൻ്റെ ഇടയിൽ വേദുവിന് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ഐസുകാരൻ അവിടെ ഹോൺ അടിച്ചു. നമ്മുടെ ഈ സൈക്കിളിലെ ഒരു ഹിന്ദിക്കാരനില്ലേ, ഹോൺ അടിച്ചപ്പോൾ അവന് അപ്പം തൊട്ടിട്ട് ഐസ്ക്രീം വേണം പറയുന്നത്. അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ അവിടെ എത്താറാകുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു കേട്ടോ, അവനെ കൂടി നടക്കണത്, സെൽഫി വീഡിയോ. അപ്പോൾ അത് അമ്പലത്തിൻ്റെ അവിടെ എത്തി, ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 6 മണിക്കായി തോന്നുന്നുണ്ട് അമ്പലത്തിലെത്താം കേട്ടോ. പക്ഷേ ഭയങ്കര നേരത്തെ ഞങ്ങൾ എത്തിയത്. പക്ഷേ അതെന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആലിൻ്റെ അവിടെ സീറ്റ് പിടിക്കാൻ പറ്റി, അതാ ഒരു ഗുണമാണ്. കാരണം അയ്യപ്പൻ വിളക്കിൻ്റെ അന്ന് ഒട്ടുക്കത്തെ തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ ആലിൻ്റെ അവിടെ ഞങ്ങൾക്ക് സീറ്റ് പിടിക്കാൻ പറ്റിയത് മാത്രം ഒരു നല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പോകും വഴിക്ക് അവനൊരു ഐസ്ക്രീം വാങ്ങിയിട്ടോ, എന്നിട്ട് ആലിൻ്റെ അവിടെ നിന്ന് കൊടുത്തു. അത്രയും അവൻ വാശി പിടിക്കുന്നുണ്ടായി ഐസ്ക്രീം വേണമെന്ന്. പിന്നെ എനിക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിനൊക്കെ കണ്ടു കേട്ടോ, അവളോട് സംസാരിച്ചു, അവളുടെ അമ്മയാണത്. പിന്നെ ശരിക്കും സംസാരിക്കാനൊന്നും പറ്റിയില്ല, ഇവ ഇങ്ങനെ വാശി പിടിക്കണോണ്ട് വേഗം ആലിൻ്റെ അവിടെ സീറ്റ് പിടിക്കണം എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. കാരണം എന്താ, കാരണം ആൾക്കാർ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വരുന്നവരൊക്കെ ആ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അയ്യപ്പൻ വിളക്കിൻ്റെ ആൾക്കാർ വന്നാൽ ഒന്നും കാണില്ല. അപ്പോൾ ഞങ്ങൾ എത്രയായാലും ആലിൻ്റെ അവിടെ സീറ്റ് പിടിച്ചു, കാരണം നന്നായി കാണാൻ പറ്റി. അപ്പോൾ ഞാൻ അമ്മോടും പ്രിയമേമോടും ഒക്കെ ഹായ് പറയായിരുന്നു കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അവർ ഹായൊക്കെ പറഞ്ഞു. പിന്നെ ഒരു 8 മണിയായി ഗൈസ്, അയ്യപ്പൻ വിളക്ക് അമ്പലത്തിൽ താലും അയ്യപ്പൻ വിളക്കിൻ്റെ പാർട്ടി മൊത്തം എത്താൻ, പാലക്കൊമ്പൊക്കെ എത്താൻ 8 മണിയായി. ഞങ്ങൾ അത്രയും നേരം നമുക്ക് വയ്യാതെയായി ഇരുന്നിട്ട്, എന്താണെന്നറിയില്ല, പ്രാവശ്യം നേരം വഴുകുകയാണ് ചെയ്തത് കേട്ടോ. എല്ലാ കൊല്ലവും ഇത്തിരി നേരത്തെ എത്താറുണ്ട് എന്നാണ് എനിക്ക്, കഴിഞ്ഞ കൊല്ലം എത്തിയെന്നാണ് എനിക്ക് ഓർമ്മ. കഴിഞ്ഞ കൊല്ലം ഈ എത്തുന്ന ആ ടൈമായപ്പോൾ അമ്മയും വേദും വീട്ടിലേക്ക് പോയി. വേദു ഇതിനെക്കാട്ടും ചെറിയ കുട്ടിയായിരുന്നല്ലോ.
അവനെ ഭയങ്കരമായിട്ട് വിശന്നു കരഞ്ഞു. അതൊക്കെ കാരണം അവനെ പെട്ടെന്ന് വീട്ടിലേക്ക് അമ്മ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെന്താ വെച്ചാൽ കർപ്പൂരം വിളക്ക് കത്തിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അയ്യപ്പൻ വിളക്ക് അവിടുന്ന് എത്താറായി എന്നുള്ളൊരു സൂചന നൽകുകയാണ്. അപ്പോൾ അവിടെ കുറേ നേരമായി അവിടെ അടുത്തെത്തിയിട്ട് കേട്ടോ. പക്ഷേ അമ്പലത്തേക്ക് എത്താൻ 8 മണി കഴിഞ്ഞു. കാരണം അവർ അത്രയും മെല്ലെ വരുന്നുള്ളൂ. ഒരുപാട് താലുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. ഇത്ര പേരാ താലെടുത്ത് എറിയോ? ഞാൻ താലെടുത്തിട്ടൊന്നുമില്ല എന്നേ വരെ. പിന്നെ കുറേ നേരം നിൽക്കണം, നല്ല ബുദ്ധിമുട്ടാണ്. അത് അത്രയും ക്ഷമയും വേണം. ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ താലെടുക്കാനുള്ള ഒരു അമ്പലത്തേക്ക് എത്തേണ്ടത്. അവിടെ നിന്നാണല്ലോ പോവുക. അമ്പലത്തിൽ നിന്ന് നേരത്തെ അങ്ങോട്ട് പുറപ്പെടുമല്ലോ ഇവർ. ചെരുപ്പൂർ അമ്പലത്തിൽ എവിടെ നിന്നാണ് തോന്നുന്നുണ്ട് അയ്യപ്പം പാലക്കൊമ്പൊക്കെ ഇതാവണത്. അപ്പോൾ എൻ്റെ സെറ്റുമുണ്ട് പോലെ തന്നെ അവിടെ വേറൊരാൾ സെറ്റുമുണ്ട് ചുറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയുന്നത് ഞങ്ങളത് അവിടെ താമരയുടെ എൻ്റെ അതേ സെറ്റുമുണ്ട് തന്നെയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അതെ, ഇതാരാന്നറിയോ ഗൈസ്? ഞാനിപ്പോൾ ഈ സ്ക്രീൻഷോട്ട് പിങ്ക് നമ്മുടെ പണി സിനിമയിലെ ജോജു ജോർജിൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിച്ചതാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടുകാരിയാണ്. ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കണ്ടിട്ട് പണി സിനിമയിൽ ജോജു ജോർജിൻ്റെ സിസ്റ്ററായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചേച്ചി വന്നപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്താൽ കേട്ടോ. അപ്പോൾ അയ്യപ്പൻ വിളക്കിൻ്റെ കൂട്ടുകാരൊക്കെ അത് അമ്പലത്തിലെത്തി കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അയ്യപ്പൻ വിളക്ക് അമ്പലത്തിൻ്റെ അവിടെ എത്താറായ രംഗമാണ് നിങ്ങൾ കാണുന്നത്. താലൊക്കെ മെല്ലെ മെല്ലെ മന്ദം എല്ലാവരും എത്തുന്നു കേട്ടോ. വേദുവിനെ കുറേ കഴിഞ്ഞപ്പോൾ ക്ഷമ എന്ന് പറഞ്ഞത് നശിച്ചു. അവനെ ഉറക്കം വന്നു, ഉറങ്ങി എൻ്റെ മടിയിൽ കിടന്നിട്ട്. ഈ അയ്യപ്പൻ വിളക്ക് എത്തുന്ന അമ്പലത്തിലെത്തി കുറച്ച് കഴിഞ്ഞിട്ട് ആണ് കേട്ടോ അവൻ എഴുന്നേറ്റത്. കാരണം അതുവരെ അവൻ ഉറങ്ങുമായിരുന്നു. കാരണം അവൻ അത്രയും ക്ഷീണമായി. പിന്നെ അവ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഉറങ്ങണമെന്ന്. അപ്പോൾ ഇനി ഇതാ കുറച്ച് വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. കാരണം വോയിസ് ഓവർ കൊടുക്കാൻ എനിക്കിതിൽ പറ്റില്ല, എന്താ കൊടുക്കുകയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോസ് കുറച്ച് കാണും കേട്ടോ.
പാലക്കൊമ്പൊക്കെ അത് അമ്പലത്തേക്ക് എത്തിയപ്പോൾ വേദുട്ടൻ എണീറ്റു കേട്ടോ. പെട്ടെന്നുണ്ട് അവൻ ലതേച്ചിയുടെ മടിയിൽ പോയിരുന്നേ. ആ ഉറക്കപ്പിച്ചിലാണ് പോയിരുന്നത്. അവനെ മനസ്സിലായിട്ടില്ല അത് ലതേച്ചിയാന്ന്. അമ്മയാണ് വെച്ചിട്ടാണ് കേട്ടോ അവൻ പോയിരുന്നത്. പിന്നെയാണ് കുറേ കഴിഞ്ഞപ്പോൾ ലതേച്ചി എന്തോ സംസാരിച്ചപ്പോഴാണ് അവനെ മനസ്സിലായത്. എന്നിട്ട് അവൻ നേരെ എൻ്റെ അടുത്ത് വന്നിരുന്നു കേട്ടോ. കാരണം അവൻ ആ സമയത്തൊക്കെ ഉറങ്ങായിരുന്നല്ലോ. പിന്നെ കുറച്ച് നേരം അവൻ കൊട്ടും അതൊക്കെ കണ്ടു, പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. വെളിച്ചപ്പാട് തുള്ളണതൊക്കെ അവനെ കൊടുത്തു കേട്ടോ. അപ്പോൾ എന്നോട് ശരണ്യ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ അടുത്ത് ലൂട്ടി പറഞ്ഞു അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പറഞ്ഞു കേട്ടോ. വേദുട്ടനൊക്കെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വേഗം പോയി കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നേ. ഞങ്ങളുടെ വല്യച്ഛൻ്റെ വീട്ടുകാരുടെ വകയായിരുന്നു ബിരിയാണി. അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ പേരുണ്ടായിരുന്നേ, നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം നന്നായി തന്നെ കഴിച്ചു കേട്ടോ. കഴിച്ച് കഴിഞ്ഞതാ കൈ കഴുകാൻ പോയപ്പോൾ കാണുന്നതാണ് കണ്ടോ, നല്ല അടിപൊളി വെടിക്കെട്ട് പോലെ നടക്കുന്നത് കണ്ടോ. എന്തൊക്കെയോ പൊട്ടുന്നത് കണ്ടോ ആകാശത്ത്. അതൊക്കെ കഴിഞ്ഞു, വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ശുഭമായി അയ്യപ്പൻ വിളക്ക് അങ്ങനെ സമാപിച്ചു ഈ വർഷത്തെ. ഇനി പൂരങ്ങളുടെ കാലമാണല്ലോ. അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ ജസ്റ്റ് സമാപനം പോലെ ഇങ്ങനെ കഴിയേണ്ട സമയത്ത് ഒരു കൊട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഒരു ദിവസം. ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ നടന്നു. അപ്പോൾ ബേബി അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ.